നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി. കിഴുന്നപ്പാറ ആലിങ്കലിലെ സൗജന്യ പരിശീലന കേന്ദ്രം 25ാം വർഷത്തിലേക്ക്. 2001 ജനുവരി 1 ആരംഭിച്ച കേന്ദ്രത്തിന്റെ സാരഥികൾ സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകൻ ജനു ആയിച്ചങ്കണ്ടിയും ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ച ടി മോഹൻദാസുമാണ്. ഇവിടെ നിന്നും പരിശീലനം നേടിയ 300-ലധികം പേർ ഇതിനകം വിവിധ സർക്കാർ സർവീസുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി ഉറപ്പാക്കുക, ലഹരി മാഫിയയിൽ നിന്ന് തലമുറയെ സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് കിഴുന്നയിൽ കരിയർ ഗൈഡൻസ് പ്രവർത്തനം തുടങ്ങിയത്. ഇതിലൂടെ പരിശീലനം നേടിയ 300-ലധികം പേർ ഇതിനകം വിവിധ സർക്കാർ സർവീസുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. 5ഓളം പേർ സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. സാമൂഹ്യ സേവനം മാത്രം ലക്ഷ്യമാക്കി തികച്ചും സൗജന്യമായാണ് പരിശീലനം നൽകി വരുന്നത്. തുന്നൽ വേല ചെയ്ത് സിവിൽ പോലീസ് ഓഫീസറായ പി ഷിനോദ് മുതൽ കെട്ടിട നിർമ്മാണ തൊഴിലെടുത്ത് വില്ലേജ് അസിസ്റ്റന്റായി പ്രവർത്തിച്ച് വിരമിച്ച കെ പ്രകാശൻ വരെയും ഉന്നത പദവിയിലിരിക്കുന്ന ധാരാളം പേരും പട്ടികയിലുണ്ട്. കുറ്റിക്കകം ട്യൂഷൻ സെന്ററിൽ 2001 ജനുവരി 1 തുടക്കമിട്ട സ്ഥാപനം ഇന്ന് കിഴുന്ന ആലിങ്കൽ സന്നിധാനത്തിന്റെ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കെട്ടിട ഉടമ തികച്ചും സൗജന്യമായാണ് പരിശീലനത്തിന് കെട്ടിടം വിട്ടു നൽകിയത്. 50 പേരിലധികം പേർ നിത്യേന പരിശീലനത്തിനായി എത്തുന്നുണ്ട്. ബോർഡോ പരസ്യമോ ഇല്ലാതെയാണ് ഈ സ്ഥാപനം 25 വർഷം വിജയകരമായി പൂർത്തിയാക്കിയത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകൻ ജനു ആയിച്ചങ്കണ്ടിയും ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ച ടി മോഹൻദാസുമാണ് ഇതിന്റെ സ്ഥാപകർ. കരിയർ ഗൈഡൻസിന്റെ രജത ജൂബിലി വിവിധ പരിപാടികളോടെ കിഴുന്ന ആലിങ്കൽ യോഗീശ്വര സന്നിധാനത്ത് നടന്നു. കണ്ണിൽ കണ്ടത് എന്ന പേരിലുള്ള ക്വിസ് മത്സരം, കൗതുക മത്സരം, സമ്മാന വിതരണം, പൊതുസദസ്, കലാപരിപാടികൾ എന്നിവയുണ്ടായി. തഹസിൽദാർ വി ഷിനു ഉദ്ഘാടനം ചെയ്തു. ജനു ആയിച്ചങ്കണ്ടി അധ്യക്ഷത വഹിച്ചു. ടി മോഹൻദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. MC സദാനന്ദൻ, റിട്ടയർഡ് AEO PV വിനോദൻ, സിറ്റി SI ധന്യ ബിനോയ്, സത്യൻ എടക്കാട്, M വിനോദൻ, റിട്ടയർഡ് BCO A പ്രകാശ്, PV സജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.